ഇന്നുച്ചയ്ക്ക് മത്തിക്കറിയാണ്. തേങ്ങ അരച്ച മത്തിക്കറി റെഡിയാക്കി ഗ്രേവിയൊക്കെ തിളച്ച് അതിലേക്ക് പുളിയിട്ടു. ഇനി നമ്മൾ കഴുകി വൃത്തിയൊക്കെ വെച്ചേക്കുന്ന മത്തി അതിലേക്ക് ഇട്ടു. പിന്നെ നല്ല ഉടംകൊല്ലി മുളക്, ഒരു ഉണ്ടമുളക് ഉണ്ടായിരുന്നു, നല്ല മണവും എരിയുള്ളതാണ് കേട്ടോ. ആ 2 മുളകും കൂടി ഇതിലേക്ക് ഇട്ടു. ഒരു പ്രത്യേക മണമാണ്, നല്ല ടേസ്റ്റാണ്, നല്ല അത്യാവശ്യം എരിയുണ്ട്. നല്ല രുചികരമായ മത്തിക്കറി റെഡിയായിട്ടുണ്ട്. ഇന്ന് ചോറ് വെച്ചില്ല, അതുപകരം ഇന്ന് ഞായറാഴ്ച ഇല്ല, ഇന്ന് കപ്പ മേടിച്ചു ചന്തപോയപ്പോൾ. ആ കപ്പ വേവിക്കാനുള്ള എല്ലാം സെറ്റ് ചെയ്തു, നല്ല കഴുകി വൃത്തിയാക്കി. ഇനി നമുക്ക് മീൻകറി റെഡിയായതിന് ശേഷം ഈ അടുപ്പിലേക്ക് വയ്ക്കാം. അപ്പം കപ്പ കഴുകി വൃത്തിയാക്കി 1.5 കിലോ കപ്പ ഉണ്ടായിരുന്നു. അടുപ്പിലേക്ക് വെച്ചു, അടച്ചു വെച്ചു. ഇപ്പോൾ ഒരു നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. ഇതിനിടയ്ക്ക് കറണ്ടൊക്കെ പോയി, മഴയുണ്ടായാണ്, നല്ല മഴ പുറത്ത് പെയ്യുന്നുണ്ട്. കറണ്ടൊക്കെ പോയി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് കറണ്ടൊക്കെ വന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ കപ്പ റെഡിയായി, നല്ല വെന്തുടഞ്ഞ് നല്ല സൂപ്പർ കപ്പയാണ്. അച്ഛനെ കുളിപ്പിക്കണം. കുളിയൊക്കെ കഴിഞ്ഞു. അച്ഛൻ പുതിയ കയ്യിലേക്ക് എടുത്ത് പൗഡറൊക്കെ ഇട്ട് സെറ്റായി. ഇനിയിപ്പോൾ കപ്പയും മീൻകറിയും റെഡി. ഇപ്പോൾ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയി. അങ്ങനെ കുളിച്ച് കുട്ടപ്പനായി, ടീഷർട്ടൊക്കെ ഇട്ടു. ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കണം. ഇന്ന് ഞങ്ങൾ ചീനി മീൻ കറിയാണ്. ആ സൈഡിലേക്ക്, അങ്ങേ സൈഡിലേക്ക് ഒരു രക്ഷയും ഇല്ല. എന്ത് പറ്റി? അവരുടെ വീട്ടിൻ്റെ ഏത് വീട്ടിലാ? എന്തൊക്കെ പറയുന്നു, ഇന്നത്തെ പണികളായിരുന്നു. ഓക്കെ, നല്ല കപ്പ, മത്തിക്കറി, ശകലം ചോറും. ഇവിടെ ദാണ്ട് ഇവിടെ അച്ഛൻ വിളിച്ചപ്പോൾ അങ്ങോട്ട് കയറിപ്പോയി. അർസേ ദാണ്ട് അവിടെ അല്ല, അത് ബാത്റൂമാണ്. ഇനി വാ, ഇനി കഴിക്കാൻ വിളിച്ചപ്പോൾ സാറ് ബാത്റൂമിലോട്ട് കയറി പോവാ. വന്നിട്ട് കഴിക്കണ്ടേ നമുക്ക്? അവിടെ അല്ല, അവിടെ അല്ല, കണ്ട് ഇവിടെ ഇവിടെ അവിടെ ഡോണ്ട് അവിടെ ഡോണ്ട് ഇവിടെ സാറ് ഇവിടെ ഇരുന്നിട്ട് അടിപൊളി കപ്പേ. ഇനി വാ വാ മർസി കുളിച്ച് കുട്ടപ്പനായി, ഉറക്കമൊക്കെ വരുന്നുണ്ട്. ഇരുന്നിട്ട് വൈദ്യുതി ഇരുന്നിട്ട് പാടില്ല. അച്ഛൻ ഇരുന്നിട്ട് ഞാൻ കഴിക്കാം. ഇരുന്നിട്ട് നോക്കുന്നില്ല, നല്ല കപ്പയില്ല, സൂപ്പർ കപ്പയാണ്. കണ്ടേ, വെണ്ണ കണക്കിരിക്കുന്ന കപ്പയും മത്തിക്കറി. ഇനി ശകലം ചോറുണ്ട്. ഇങ്ങനെയുണ്ട് സാറേ, ഇങ്ങനെയുണ്ട്. ഇന്ന് ഞായറാഴ്ചയായിട്ട് രാവിലെ ചന്തയിൽ പോയി ഒരു 1.5 കിലോ കപ്പയും മേടിച്ച് 150 രൂപയുടെ മത്തിയും മേടിച്ച്. ഇന്ന് ചോറില്ലായിരുന്നു, ചോറ് ഇന്നലെ ഊറ്റിയിട്ട് കുറച്ചേ ഉള്ളൂ. അപ്പം ഞാൻ വിളിച്ച് ഇനി ചോറ് വെക്കണ്ട, ഇപ്പം ഊറ്റിയിട്ട് ശാലം ചോറുണ്ട്, അത് ശാലം അച്ഛനെടുത്തു പൂറ്റി സാറുമാർക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ മത്തിക്കറി വെച്ചു. മഴ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. പിന്നെ അച്ഛനെ ഇന്ന് കുളിപ്പിച്ചു. നല്ല മഴ. BSNL ടവറാണ് കാണുന്നത്. ഞങ്ങളുടെ തൊട്ടപ്പുറത്താണ് എക്സ്ചേഞ്ച് BSNL. പുറത്ത് നല്ല മഴ. ഓ, അതാണ്ട് ആരിരിക്കുന്നത്? നീ തല്ലേക്ക് ഒരുപാട് തിന്നില്ലേ? ചോറിന് നിൽക്കുമോ? ഇപ്പം തരാം, നീ കരയാതിരിക്ക, ചോറ് തരാം കേട്ടോ. കേട്ടോ, നീ പറഞ്ഞ കേട്ടാ. ആ, വെള്ളം കുടി, എടുത്ത് വെച്ച് ചൂടുവെള്ളം കുടിച്ചു. ചൂടുവെള്ളം ഇല്ലേ? വെള്ളം മൊത്തം കുടിച്ചാൽ കഴിക്കാൻ പറ്റത്തില്ലേ? മീൻകറിക്ക് നല്ല മണം. കാരണം ഞാൻ ഉണ്ടമുളക് ഇട്ടേണ്ടതാണ്. നല്ല അത്യാവശ്യം നല്ല എരിയുണ്ട്, നല്ല മണമുണ്ട്. അല്ലേ? നല്ല മണമല്ലേ? ആ മീൻ കറി കെട്ട് കഴിക്ക്, മീൻ കഴിക്ക്. വീട്ടിലല്ല, മീൻ എന്തോ ചെയ്യും?
തെയ്യം എന്ന് പറഞ്ഞാൽ രണ്ട് വണ്ടി ആ. രണ്ട് വണ്ടി കാണും. ആ. അത് 2 വണ്ടി കാണും. അത് എന്ത് വണ്ടിക്കകത്ത് നിറച്ച്? രണ്ടുപേർക്ക് അവർ രണ്ടുപേരും ഇവിടെ ഇങ്ങനെ വന്ന് ആരൊക്കെ? 2 പേര് ആരൊക്കെയാ? വന്നിറങ്ങി നിന്നിട്ടും പിന്നീട് അവർ വെള്ളം മേലെ തോന്നി പിന്നെ ഇവിടെ വന്ന് അതിനകത്ത് വെള്ളം വേണം മറ്റേ അതുകൊണ്ട് തന്നെ കാലും കല്ലും വെള്ളം കഴിവൊക്കെ വഴി അതെല്ലാം ശരിയാക്കി എല്ലാം ശരിയാക്കി എന്തൊക്കെയാ പറയുക? അങ്ങനെ അതെ അങ്ങനെ ഉള്ള എല്ലാം കഴിഞ്ഞ കഴിച്ചോട്ടെ കേട്ടോ. കഴിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, മൊത്തം കഴിക്കണേ. ഓക്കെ. അതുപോലെ എന്തോ കഴിച്ചോ? ആ കഴിക്കും. അതുപോലെ എൻ്റെ ഈ വർഷത്തെ പ്രോഗ്രാം തിരുവിതാംകൂർ ഹാസ്യകല, നമ്മുടെ പത്തനംതിട്ടയിലുള്ള ടീമാണ്, ട്രൂപ്പാണ്. പത്തനംതിട്ടയിലാണ് ട്രൂപ്പ്, തിരുവിതാംകൂർ ഹാസ്യകല. അതിൻ്റെ പ്രോഗ്രാം ഇപ്പോൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യും. പാൻ ഇന്ത്യൻ കോമഡി ത്രില്ലർ എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. ഉല്ലാസ് പന്തളം, ഉല്ലാസ് അണ്ണനെ, ഞാൻ, അനീഷ് ബാലെ, ബിൽബിൻ, അജിത് ചെങ്ങറ, ബിനിയൻ ചെങ്ങറ, നിഷാദ് പൂച്ചാക്കൽ, ഇങ്ങനെയുള്ള നിരവധി കലാകാരന്മാർ അണിനിരക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഓണത്തിൻ്റെ ഒക്കെ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്യണം. നമ്മുടെ കേരളത്തിലെ അംഗീകൃത പ്രോഗ്രാം ഏജൻസികൾ വഴിയൊക്കെ ഈ പ്രോഗ്രാം ബുക്ക് ചെയ്യാം. ഞങ്ങൾക്ക് തിരുവോണം ഓട്ടോ ഒക്കെ പ്രോഗ്രാം ആയിട്ടുണ്ട്. ബാക്കിയുള്ള ഡേറ്റുകളൊക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. പ്രോഗ്രാം പാൻ ഇന്ത്യൻ കോമഡി ത്രില്ലർ. അങ്ങനെ അച്ഛൻ്റെ ഉച്ചക്കാലത്തെ ചാപ്പാട്, ചോറും കൂടെ എടുക്കണേ ശകലം കേട്ടോ. അച്ഛൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ 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 അല്ലയോ? ഓക്കെ അച്ഛൻ.